ഇവരങ്ങനെ യാത്ര ചെയ്ത് കൂഫയിലേക്ക് പോവുകയാണ്. ഈ കൂഫയിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വഴി ഇബ്നു സിയാദ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവരെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട്. ഈ യാത്രയിൽ ആദ്യം ഒരു സൈന്യം ഇവരെ നേരിടുന്നുണ്ട്. ഇബ്നു സിയാദ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. പക്ഷെ ആ സൈനിക തലവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സ് മാറി വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാണ്, നിങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. ഇബ്നു സിയാദ് നിങ്ങൾക്ക് വേണ്ടി കെണി ഒരുക്കിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കൂ, നിങ്ങൾ തിരിച്ച് മക്കയിലേക്ക് പോകും. ഈ യാത്ര അവസാനിപ്പിച്ച് നിങ്ങൾ മക്കയിലേക്ക് പോകും. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ഈ യാത്രയുടെ അവസാനത്തിൽ ഒരുപാട് ദുരന്തങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചു പോകൂ എന്ന് പറഞ്ഞു. ഇവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ വന്ന ആളുകളാണ്. പക്ഷെ പ്രവാചകന്റെ പൗത്രനെ കണ്ടപ്പോൾ ഈ സൈനിക തലവന്റെ മട്ടുമാറി. ഒരുപാട് സമയം ഇവര് ഒരുമിച്ച് ചെലവഴിക്കുന്നുണ്ട്. പറഞ്ഞു, ഇബ്നു സിയാദ് നിങ്ങൾക്കുള്ള കെണി ഒരുക്കിയിട്ടുണ്ട്, നിങ്ങൾ ഈ യാത്രയിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുന്നു എന്നുള്ളത് പതുക്കെ പതുക്കെ മനസ്സിലായി തുടങ്ങുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂഫയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കുന്നത്. മുസ്ലിം ബിൻ അക്കീൽ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ് ഹുസൈനും കൂട്ടരും മനസ്സിലാക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുകയാണ്. പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ. ഉമവിയ്യക്കാര് നമ്മുടെ നീക്കങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്, വലിയ ദുരന്തങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. മുസ്ലിം ബിൻ അക്കീല് കൊല ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്ന കൂഫക്കാരൊന്നും ഇനിയില്ല. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആർക്കെങ്കിലും തിരിച്ചു പോകണം, പിരിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം, നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം എന്ന് പറയാണ്. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഈ അഹ്ലു ബൈത്ത് പെടാത്ത കുറേ ആളുകൾ ഉണ്ടായിരുന്നവരൊക്കെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിട്ടൊഴിഞ്ഞ് പോവുകയാണ്. ഈ ആദ്യം വന്ന സൈനികരെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആളുകൾ ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടുന്നുണ്ട്.